എബ്രായ ലേഖനം 4-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞിരുന്നു. അവിടെ വെച്ച് നമ്മൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ നിന്നാണ് പറഞ്ഞത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ചരിത്രപരമായ ഉദാഹരണം ദൈവത്തിൻ്റെ ആത്മാവ് വിശദീകരിച്ചിട്ട് അവരുടെ അവിശ്വാസവും അവരുടെ അനുസരണക്കേട് നിമിത്തം ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തത്തിങ്കിൽ അവർക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിലൂടെ ദൈവസഭയ്ക്ക്, എബ്രായ വിശ്വാസികൾക്ക്, നമ്മൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ 3-ാം അധ്യായത്തിൽ നമുക്ക് പല ഭാഗത്തും നമുക്കത് കാണുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ ഈ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വാക്യപ്രതിവാക്യമായിട്ട് വായിച്ചപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഏകദേശം 10 പ്രാവശ്യത്തോളം സ്വസ്ഥത എന്നുള്ള വാക്ക് ആവർത്തിച്ച് വീണ്ടും വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ആ സ്വസ്ഥത എന്നുള്ള വാക്ക് ഞാനത് ഇച്ചിരി തിയോളജിക്കലായിട്ട് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ മാക്സിമം അറിയാത്തതിലേ പറയാൻ ശ്രമിക്കാം. അവിടെ ഈ 10 പ്രാവശ്യം പറയുമ്പോൾ 9 പ്രാവശ്യവും അതിൻ്റെ മൂലഭാഷ ഗ്രീക്കിൽ ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ മണ്ടാണ്ടൊന്നുമില്ല, അത് പഠിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലെങ്കിലും അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുക. എന്നാൽ ഒരിടത്ത് മാത്രം മറ്റൊരു വാക്ക് ഉപയോഗിച്ചത് എന്തിനാണെന്ന് 9-ാം വാക്യത്തിൽ മാത്രം മലയാളത്തിൽ ശബത്ത് അനുഭവം എന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്കിൽ ഇംഗ്ലീഷിൽ സബത്ത് റെസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് മാത്രം വേറെ ഒരു വാക്കാണ് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി പിന്നീട് വരുമ്പോൾ ഞാനത് പറഞ്ഞു തരാം, ആ ഭാഗം പഠിച്ചു വരുമ്പോൾ. ഇപ്പം ഞാൻ അതിനെപ്പറ്റി വിശദമാക്കുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഈ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാമത്തെ വാക്യം തന്നെ നമ്മളോട് പറയുന്നത്, ഇംഗ്ലീഷിൽ വായിക്കുമ്പം ഇങ്ങനെ തുടങ്ങുന്നത് ലെറ്റ് us fear therefore എന്നാണ്. therefore എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അതിന് ശരിക്കുള്ള മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് വരേണ്ടത്: അതുകൊണ്ട് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കിങ് ജെയിംസ് വേർഷൻ ആണെങ്കിലും മറ്റ് ട്രാൻസ്ലേഷനിലും എഴുതിയിരിക്കുന്നത് therefore അല്ലെങ്കിൽ let us fear therefore. അതുകൊണ്ട് therefore while the promise to enter his rest remains, let us fear that none of you should miss it. ഇസ്രായേലിന് ദൈവം കൊടുത്ത ആ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം കൊടുത്തിരുന്നു. നമ്മിങ്ങനെ വായിക്കുന്നത് എന്ത് ചെയ്യുന്നു? സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം അവർക്കുണ്ടായിരുന്നു. എന്നാൽ എന്ത് ചെയ്തില്ല? അവർ ആ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. അന്നേരം വാഗ്ദത്തം ലഭിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കളുടെ ചരിത്രം നോക്കിയിട്ട് പറയുകയാണ്, അവർക്കുണ്ടായിരുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അതിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല എന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. നമുക്ക് ഈ വാക്യം വേണമെങ്കിൽ അതുകൊണ്ടെന്നുള്ള വാക്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ 3-ാം അധ്യായത്തിൻ്റെ കൺക്ലൂഷൻ മനസ്സിലാക്കാൻ പറ്റും. ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ലഭിച്ച ഇസ്രായേൽ മക്കൾക്ക് അത് ലഭിച്ചില്ല. അതുകൊണ്ട് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നമ്മിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക എന്ന് നമുക്കതിനെ വായിക്കാൻ പറ്റും. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച വാഗ്ദത്തം എന്തായിരുന്നു? ഒന്നാമത് അവർക്കൊരു വാഗ്ദത്തം ലഭിച്ചു. ആ വാഗ്ദത്തം എന്തായിരുന്നു എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്കറിയാം. എന്താ? ഇസ്രായേൽ മക്കൾ എവിടെ ആയിരുന്നു നമുക്കറിയാം. മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു. എന്നിട്ട് അവർക്ക് ലഭിച്ച വാഗ്ദത്തം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്ന് കനാൻ നാടായിരുന്നു. അവർക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ നാട് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തു. അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ അവർക്കൊരു വാഗ്ദത്തം കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ മിസ്രയീം അടിമത്തത്തിൽ നിന്നുള്ളൊരു വിടുതൽ ദൈവം അവർക്ക് ഓഫർ ചെയ്തിരുന്നു. നമുക്കറിയാം, ഇസ്രായേൽ മക്കള് ആ മിസ്രയീമിൽ നിന്ന് കടന്നു പോകുന്ന ഈ വാഗ്ദത്തത്തിൻ്റെ കാര്യം നമുക്കറിയാം. അവർ വിശ്വസിച്ച് ഒരു പെസഹാ കുഞ്ഞാടിനെ അറുത്ത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവർ നിന്നപ്പോൾ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അവർ ജയാളികളായി. രണ്ടാമതുള്ള അവരുടെ വാഗ്ദത്തത്തിന്റെ നിവൃത്തി എന്ന് പറയുന്നത് പാലും തേനും ഒഴുകുന്ന ദേശമായിരുന്നു. ആ ദേശം ദൈവം എന്താ കൊടുത്തത്? ആ ദേശത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്. നമുക്ക് ആ വാക്യം ഒന്നെടുത്ത് വായിക്കാം. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിന്റെ ഒന്ന് എടുത്താൽ മതി. അവിടെ
ആ വാഗ്ദത്തത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന 3 കാര്യങ്ങളുണ്ട്. ഞാനത് പറഞ്ഞിട്ട് പോകാം. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ വായിച്ചതാണ്. എങ്കിലും നമുക്കൊന്നുകൂടെ ഒന്ന് വായിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും അവൻ നീക്കി നിങ്ങൾക്ക് സ്വസ്ഥത തരികയും നിങ്ങൾ നിർഭയമായി വസിക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അത്ര മതി. അന്നേരം ഇവരവിടെ ചെല്ലുന്ന സ്ഥലത്തെ പറ്റി പറയുന്ന എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ദൈവം നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥത, അവകാശം, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിർഭയമായി വസിക്കുവാനുള്ള ഇടം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷയുടെയും സംരക്ഷണത്തിൻ്റെയും സ്ഥലമായിട്ടും ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും സ്ഥലമായിട്ടും ശത്രുക്കളിൽ നിന്നുള്ള വിടുതലിൻ്റെ സ്ഥലവുമായിട്ടും നമുക്ക് എന്തിനെ കാണാം? കനാൻ നാടിനെ കാണാം. ഞാൻ പറഞ്ഞത് കനാൻ നാട്ടിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കടന്നു പോകുന്ന മരുഭൂമി കൂടാണ്. മരുഭൂമി എന്ന് പറയുന്നത് ഓപ്പൺ സ്ഥലമാണ്. ശത്രുക്കൾ ഏത് സമയത്തും അറ്റാക്ക് ചെയ്യാം, അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. പിന്നെ മരുഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം, എന്തു വിതച്ചാലും ഒരു ഫലവും ഉണ്ടാകാത്ത സ്ഥലമാണ്. എന്നാൽ ദൈവം അവർക്കൊരു സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്യുകയാണ്, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്, ദൈവത്തിൻ്റെ അബണ്ടൻസ് അവർക്ക് കൊടുക്കുകയാണ്, ശത്രുവിൽ നിന്നുള്ള ഒരു ജയം അവർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് പറയും നിങ്ങൾ സ്വസ്ഥമായിട്ട് ആ ദേശത്ത് വസിക്കും. എന്നാൽ ഇവർക്ക് കൊടുത്തിരുന്ന ഇസ്രായേൽമൊക്കെ കൊടുത്തിരുന്ന വാഗ്ദത്തം ഇതായിരുന്നു. നമ്മൾ വായിക്കുന്നത് ഈ വാഗ്ദത്തത്തിങ്കൽ ഇവരോട് നമ്മൾ ഈ 4-ാം അധ്യായം വരുമ്പോൾ ഈ വാഗ്ദത്തത്തിങ്കൽ അല്ലെങ്കിൽ ഈ സ്വസ്ഥതയിൽ ഇവർ പ്രവേശിച്ചില്ല. അതിൽ പ്രവേശിക്കാതെ വീണ്ടും വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ ഒന്ന് വായിക്കാം. മോശയോട് പറയുന്ന ഒരു വാക്യം പുറപ്പാട് പുസ്തകം 33-ന്റെ 14-15 ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ്. അതിനു അവൻ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അറിയിച്ചു. ശ്രദ്ധിക്കുക, ഇവിടെ ദൈവം മോശയോട് പറയുകയാണ് എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. സാന്നിധ്യം കൂടെ പോരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്വസ്ഥത നൽകുമെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ്. ദൈവം പറയുക നീ പോകുന്നിടത്തെല്ലാം എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും, ഞാൻ ചെന്നിട്ട് നിനക്ക് എന്ത് ചെയ്യും? സ്വസ്ഥത നൽകും എന്ന് പറയുകയാണ്. അത് അന്നേരം മോശ പറയുന്ന വാക്യം തിരുസാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ നമുക്കറിയാം ഇവരോട് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് സാന്നിധ്യം കൂടെ ചെല്ലും. സാന്നിധ്യം കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരെ ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കാമെന്നുള്ളതാണ്. എന്നാൽ നമുക്കറിയാം ദൈവജനം വായിക്കുമ്പോൾ ഇവരെന്ത് ചെയ്തില്ല? സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നിട്ടും ഇവർ പിറുപിറുക്കുകയും അവിശ്വസിക്കുകയും ചെയ്തതുകൊണ്ട് നമുക്കറിയാം ഇവർ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. അത് നോക്കിയിട്ട് നമ്മളോട് പറയുകയാണ്. നമ്മൾ ഇബ്രാഹിം ലേഖനത്തിൽ വരുമ്പോൾ നമുക്കറിയാം മോശയോട് പറയുമ്പോൾ ഇവരെ നമുക്ക് വായിച്ച സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വേറൊരു നേതാവിനെ കണ്ടിട്ട് നമുക്ക് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാമെന്ന് ജനം പറയുക. എന്താ പറയുന്നത്? വേറൊരു നേതാവിനെ ഞങ്ങൾക്ക് തിരഞ്ഞെടുത്തേച്ച് ആവർത്തനം 14-14 എടുക്കേണ്ട ആവശ്യമില്ല. സംഖ്യ 14-14 നമുക്ക് അങ്ങോട്ടങ്ങ് പോകാമെന്ന് പറയുക. അതുപോലെ അവരെ അവിശ്വസിക്കുന്ന ജനമായതുകൊണ്ട് ആരും പ്രവേശിച്ചില്ല. നമ്മളത് കഴിഞ്ഞ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണ്. എന്നാൽ 4-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മളോട് പറയുക, നമ്മളോട് ഇതുപോലൊരു കാര്യം പറയുക, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്കെന്തുണ്ട്? നമുക്ക് ശേഷിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മളോട് പറയുക, ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. നമുക്കും ഒരു വാഗ്ദത്തം ഉണ്ട്. എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, അവർക്ക് ദൈവസാന്നിധ്യം കൂടെ ചെന്ന് അവർക്കൊരു വാഗ്ദത്തം അരുളി ചെയ്തിരുന്നെങ്കിലും അതിൽ അവർക്ക് എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് അതെത്താൻ പറ്റാൻ എന്ന് വെച്ചാൽ അവരുടെ അവിശ്വാസവും അവരുടെ അനുസരണക്കേട് നിമിത്തം അവർ ചെല്ലാൻ പറ്റിയില്ല. എന്നാൽ നമ്മളോട് പറയുകയാണ് നിങ്ങൾക്കും ഒരു വാഗ്ദത്തം. നമുക്കുള്ള വാഗ്ദത്തം എന്തായിരുന്നു? ഞാൻ ഒന്ന് പറയാം. ഒന്നാമത്തെ വാഗ്ദത്തം, നമ്മളെ പാപത്തിൻ്റെയും പിശാചിൻ്റെയും അധികാരത്തിൽ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ ഈ ലോകമാകുന്ന മരുഭൂമിയിൽ കൂടി നടത്തി നമ്മളെ സ്പിരിച്വൽ മച്യൂരിറ്റി, ആത്മീക പക്വത എന്ന ഒരു സ്ഥാനം, ഞാൻ അതാ പറഞ്ഞു വരാൻ പോകുന്നു. ഈ സ്വസ്ഥത എന്താണെന്നാ പറയാൻ പോകുന്നത്. നമ്മൾ ചിന്തിക്കും ഇവിടെ പല വിധത്തിലുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ ഈ വേദഭാഗത്തു നിന്നുള്ളതാണ്.
ചില ആൾക്കാർ പറയും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു വലിയ സ്വസ്ഥത കിട്ടും. അത് സത്യമാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിനോട് കൂടെ നമുക്ക് സ്വസ്ഥതയുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന സ്വസ്ഥത ഈ സംസാരിക്കുന്ന ആരോടാന്ന് മറന്നു പോകല്ലേ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരോടാണ് സംസാരിക്കുന്നത്. അതായത് അവർ ദൈവത്തിൻ്റെ മക്കളാണ്, അവർ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരാണ്. അവരോടാ പറയുന്നത്, നിങ്ങൾ ഈ വാഗ്ദത്തം എന്ത് ചെയ്യുന്ന, നിങ്ങൾ പ്രാപിക്കാതെ പോകരുത്. അതായത് അവർക്ക് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ വാഗ്ദത്തം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തിൻ്റെ ആഗ്രഹം ഇസ്രായേൽ അത് പ്രാപിച്ചു പോകണം. നമുക്ക് ഇസ്രായേൽ മക്കള് കനാൻ നാട് കാണാൻ പോകുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? കനാൻ നാട്ടിലെ അനുഭവം അവർക്ക് എവിടെ വെച്ച് തന്നെ അനുഭവിക്കാൻ പറ്റിയെന്നറിയാം. അവർ മരുഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചിട്ടാണ് പോകുന്നത്. ഈ ഒറ്റുകാരെ വിട്ടേച്ച് ഒറ്റുകാരെന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന്? നിങ്ങൾക്ക് വേദഭാവം അറിയാവോ? ഒറ്റുകാർ പോയിട്ട് കനാനിലെ അനുഭവങ്ങൾ നമുക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ബാക്കി എഴുതും. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ ഒന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിൽ വെച്ച് തന്നെ കനാനിന്റെ അനുഭവം അവർ അനുഭവിച്ചിട്ടാണ് അവർ പോകുന്നത്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 13-ാം അധ്യായത്തിൽ അവര് ഇങ്ങനെ വായിക്കുന്ന അതിൻ്റെ അതിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. 13-ന്റെ-23. അവർ എസ്കോൾ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്ന് അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോന്നു. മതി വായിച്ചാൽ മതി. അടുത്ത അത് താഴോട്ട് വായിക്കണ്ട, നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. ഒരു മുന്തിരിക്കൊല ചുമക്കണമെങ്കിൽ നമുക്കറിയാം എത്ര പേര് വേണ്ടി വന്നു? 2 പേര് തോളെ വെച്ച് ചുമക്കേണ്ടി. നമ്മളിവിടെ മുന്തിരിക്കൊലയൊക്കെ കാണുന്നുണ്ട് കടയിൽ പോയാൽ അല്ലേ. ഇനി കൈ കൊണ്ടെങ്കിൽ നമുക്കൊരു വിരലോട്ട് പൊക്കാനുള്ള ഒരു മുന്തിരിക്കൊല. 2 പേര് ഒരു മുന്തിരിക്കൊല ചുമക്കേണ്ട അത്രയും വലിയ മുന്തിരിക്കൊലയാണ് ദൈവത്തിന്റെ വാഗ്ദത്ത ദേശത്തുണ്ടായിരുന്നത്. അവിടുത്തെ മാതളവും പിന്നെ നമ്മൾ വേറെ ഭാഗങ്ങൾ കൊണ്ടിരുന്നുണ്ട്. അവിടുത്തെ മാതളപ്പഴവും അത്തിപ്പഴവും ഒക്കെ കൊണ്ടുവന്ന് ഇവര് എന്ത് ചെയ്തു? ഭക്ഷിച്ചു. കനാൻ നാട്ടിൽ ദൈവം അവർക്ക് ഒരുക്കുന്ന ആ നന്മയെ എന്ത് ചെയ്തു? അനുഭവിച്ചു. ഇനി ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന അവർക്ക് ദൈവം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കനാന്റെ അനുഭവം ഈ മരുഭൂമിയിൽ വെച്ച് തന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അനുഭവിച്ചു തുടങ്ങി. നമ്മൾ എബ്രായ ലേഖന കർത്താവ് ഈ വിഷയം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തിന്റെ സ്വസ്ഥതയും സ്വർഗീയമായ കാര്യങ്ങളും അനുഭവിക്കാൻ പറ്റും. ഞാനത് പറയാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് എടുക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 6 6-ാം അധ്യായത്തിന്റെ അതിന്റെ 5-ാം വാക്യം 4-ഉം 5-ഉം വാക്യം ഒന്ന് വായിച്ചോ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിച്ചു. ശ്രദ്ധിച്ചു വായിച്ചു പോണേ. ഇങ്ങനെ പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് എന്ത് ചെയ്തു? സ്വർഗീയദാനം ആസ്വദിക്കുകയും വായിച്ചോ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും. ശ്രദ്ധിച്ചു നോക്കുക, വരുവാൻ ഇനിയുമുള്ള ലോകത്തിന്റെ ശക്തി എവിടെ ആസ്വദിക്കാം? ഇവിടെ ഭൂമിയിൽ ആസ്വദിക്കാം. നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗീയ സ്വസ്ഥതയുടെയും സ്വർഗീയ വാഗ്ദത്ത നിവൃത്തിയും ഇവരെന്ത് ചെയ്തു? ഇവിടെ വെച്ച് തന്നെ ആസ്വദിക്കാൻ പറ്റുമെന്ന് എബ്രായ ലേഖകനോട് പറയുക. അവര് മരുഭൂമിയിൽ വെച്ച് തന്നെ തണ്ടിന്മേൽ വലിയ മുന്തിരിക്കൊലയും കൊണ്ടുവന്ന് ആസ്വദിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് ഇവരെ പറഞ്ഞ 2 കാര്യം പറയുന്നുണ്ട്. സ്വർഗീയദാനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ഇനിയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ചു. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഈ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വസ്ഥത നിത്യതയെ ചെല്ലുന്നതിന് മുന്നമേ നമുക്ക് ആസ്വദിച്ച് വേണം ക്രിസ്ത്യ ജീവിതം നയിക്കാൻ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ദൈവഭക്തന്മാരാണ് ഇവിടുന്ന് അതിന്റെ ശക്തി ആസ്വദിച്ച് അതിന്റെ മാധുര്യം അറിഞ്ഞ് അങ്ങനെ കഴിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ എന്താ ഉള്ളിലുണ്ടാണെന്ന് അറിയാമോ? എത്രയും പെട്ടെന്ന് എൻ്റെ കർത്താവിൻ്റെ അടുത്ത് ചെല്ലണം. ആ സ്വർഗീയ ശക്തി ആസ്വദിച്ച് കർത്താവിനോട് കൂടെ ചേർന്ന് ജീവിക്കണം. എന്നാൽ ഈ ശ്രേമക്കൊക്കെ എന്ത് പറ്റിയെന്ന് അറിയാമോ? അവർ ഈ കൊലയെല്ലാം കൊണ്ടുവന്നു കണ്ടു, മുന്തിരിക്കൊലയൊക്കെ എൻ്റെ അച്ഛാ എന്തോ ശുശ്രൂഷയാ, ഭയങ്കര ശക്തിയൊക്കെ വ്യാപരിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ മനസ്സിൽ എന്താണെന്നറിയാമോ? മൊത്തം അവിശ്വാസം. അവർ മുന്തിരിക്കൊലയല്ല. ഞാൻ ചിന്തിക്കും, ഇവരെല്ലാം പറിച്ച് തിന്നോമാരും എല്ലാം എന്ത് ചെയ്തു? മരുഭൂമിയിൽ ആസ്വദിച്ചിട്ട് ഇവന്മാരെല്ലാം പട്ടുപോയി.
അത് തന്നെയാണ് 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വർഗീയദാനം ആസ്വദിക്കാൻ ചെയ്ത് പിന്മാറിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല അമ്മാരെ? പുതുക്കാൻ പറ്റത്തില്ല. കാര്യം അനുഭവിച്ചിട്ടും തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തിരികെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മളോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ വേദഭാഗം പറഞ്ഞ പിന്നെ മനസ്സിൽ ഓർമ്മ ഒന്നുകൂടെ പറഞ്ഞതാണ്. നമുക്കും ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്വം എന്ന് പറയുന്നത് ഈ ദൈവിക സുരക്ഷ, ദൈവിക സംരക്ഷണം, ദൈവത്തിന്റെ സമാധാനം, അവന്റെ സമൃദ്ധിയുടെ സാന്നിധ്യം, ശത്രുക്കളിൽ നിന്നുള്ള മുക്തി, ഇതൊക്കെ നമുക്കുള്ള സ്വസ്ഥതയുടെ ഭാഗമാണ്. ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതുപോലെ ഇതെല്ലാവരും ഇന്ന് പല ആൾക്കാരും ഈ സന്തോഷമില്ല സ്വർഗത്തിൽ ചെന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇരിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് ഞാൻ പറയാ, ഈ യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ സ്വർഗീയ ആ കാര്യങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റും. അവിടെ തന്നെ ഞാൻ പറയാം, അതിൻ്റെയൊക്കെ തെളിവിനാണെന്നറിയാം. മരുഭൂമിയിൽ ഇവർ എത്ര വിതച്ചാലും എന്ത് ചെയ്യത്തില്ലായിരുന്നു, വിത ഉണ്ടാകത്തില്ലായിരുന്നു. കാര്യം മരുഭൂമിക്കൂടെ അവർ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഈ മരുഭൂമിയിൽ തന്നെ ഇസഹാക്ക് വിതച്ചപ്പോൾ എന്ത് ചെയ്തു? 100 മേനി കൊയ്തു. കാര്യം ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തിന്റെ അണ്ടറിൽ നമ്മളാകുമ്പോൾ, ആ സ്വസ്ഥതയിൽ നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോൾ, ഞാൻ പറയാം, നമ്മുടെ വിതകളെ മാനിക്കുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞ ക്രിസ്തീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് നമ്മളെ വലിയ ആൾക്കാരാക്കുമെന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രൊട്ടക്ഷനും സമാധാനവും പീസും സംതൃപ്തിയും നമ്മളെ നിറച്ചു കൊണ്ടുപോകുന്ന ഒരു ദൈവമാണ്. ഇന്ന് രാത്രിക്കാലം നമുക്ക് ദൈവസന്നിധി വരുമ്പോൾ നമുക്ക് പറയാം, ഇതുപോലാണ് അവരെ നോക്കിയിട്ട് പറയുകയാണ്. 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്കും ശേഷിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ ചെന്ന് ആസ്വദിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ദൈവത്തിന്റെ സമാധാനവും ദൈവിക സന്തോഷവും നമുക്ക് ആസ്വദിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കും. ഞാൻ അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം നമുക്ക് പറയാം, നമ്മൾ ആ ഇസ്രായേൽ മക്കളെ പോലെ ആയിത്തീരരുത്. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇവരോട് ചോദിക്കുകയാണ്, നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരുമ്പം, സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു പറയുമ്പോൾ എങ്ങനെയായിരുന്നു ഒരു പരാജയപ്പെട്ടത്? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ പറഞ്ഞു അനുസരണക്കേടും അവിശ്വാസവുമാണെന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ മുമ്പിൽ നമ്മൾ അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുമ്പോൾ അവർ മുറുകെ പിടിക്കാൻ ദൈവത്തിനാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ അവരെന്ത് ചെയ്തില്ല, മുറുകെ പിടിക്കാഞ്ഞത് കൊണ്ടാണ് അവരുടെ ഹൃദയം കഠിനമായത്. നമ്മൾ വായിച്ചതാണ് 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, പ്രത്യാശയുടെ ധൈര്യവും അഭിമാനവും നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തോളം നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ അവസാനത്തോളം നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അതിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, 3-14 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എന്താ? ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. ഹോൾഡിങ് ഫാസ്റ്റ്. നമ്മളത് വിശ്വാസത്തെ ആദ്യം മുതൽ അവസാനം വരെ മുറുകെ പിടിച്ചു പോകേണ്ടിയവരാണ് നമ്മൾ. എന്നാൽ എന്താ പറ്റി? ഇവർ മുറുകെ പിടിക്കാഞ്ഞതുകൊണ്ട് ഇവരുടെ ഹൃദയം കഠിനപ്പെട്ടു, ഇവർ അവിശ്വാസത്തിൽ വീണു, ഇവർ അനുസരണക്കേടിലേക്ക് വീണു. ഇവർക്ക് കൊടുത്തിരുന്ന സമാധാനവും സന്തോഷവും ഇല്ലാതെ പിറുപിറുപ്പിലൂടെ അവിടെ ക്രിസ്തീയ ജീവിതം അവസാനിച്ചു. മരുഭൂമിയിൽ അവർ പട്ടുപോയി. ഞാൻ പറഞ്ഞ ഹൃദയകാഠിന്യം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാര്യം കൂടെ പറയുന്നത്, ഇവരെ പറ്റി എന്തൊക്കെയാണ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അവരെ ഹൃദയം കഠിനപ്പെടുത്തുന്നവരായിരുന്നു, മത്സരികളായിരുന്നു, അവർ ദൈവത്തെ ക്രുദ്ധിപ്പിച്ചവരായിരുന്നു, നീരസം ദൈവത്തിന് ഉണ്ടാക്കിയവരായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? ദൈവം നൽകിയ വാഗ്ദത്തം അവര് നഷ്ടപ്പെടുത്തി. ഒരു കാര്യം കൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്നുകൂടെ പറഞ്ഞിട്ട് പോയി. ഇവിടെ പറയുകയാണ്, അവര് വാഗ്ദത്തം അവർക്ക് ലഭിച്ചില്ല, നമ്മൾക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങൾക്കിങ്ങനൊരു വാഗ്ദത്തമുണ്ട്, നിങ്ങൾ അതിൽ ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഫിയർ. നമ്മൾ ആ ഫിയർ പേടിച്ചുള്ള ഭയമല്ല, എനിക്കത് പ്രാപിച്ചെടുക്കാൻ പറ്റുന്നതാ, എനിക്കത് ഏറ്റെടുക്കാൻ പറ്റുന്നതാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. അതായത് നമുക്കൊരു കാര്യം അറിയാം, ഈ വാക്യത്തിൽ വായിച്ചാൽ വാഗ്ദത്തം ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. ഞാൻ ഒരു കാര്യം പറയാം, പ്രോമിസസ് നമുക്ക് നഷ്ടപ്പെടുത്താം എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചേക്കണം. എന്നാൽ ദാനങ്ങളെ നമുക്ക് തള്ളിക്കളയാനേ പറ്റത്തുള്ളൂ. ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് പറഞ്ഞില്ല. നമുക്ക് ദൈവം നൽകുന്ന പ്രോമിസസ് നമുക്ക് നഷ്ടപ്പെടുത്താം. ഇപ്പൊ ഉദാഹരണം, ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത പ്രോമിസ് അവരെന്ത് ചെയ്തില്ല? അവർ നഷ്ടപ്പെടുത്തി. എന്നാൽ ദൈവം നൽകുന്ന ദാനങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ദൈവം ഒരിക്കലും ദാനം നൽകിയാൽ ദൈവം തിരിച്ചെടുക്കത്തില്ല. ഒന്ന് വാക്യം വെച്ചോ, റോമൻസ് ചാപ്റ്റർ, റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം എന്ന് വെച്ചോ. റോമാലേഖനം 11-ന്റെ
29 വാക്യം. 11:29 വായിച്ചു. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ല. ശ്രദ്ധിച്ച, ദൈവം താൻ കൊടുക്കുന്ന കൃപാവരങ്ങളെയും തൻ്റെ വിളിയെയും കുറിച്ച് ദൈവം എന്ത് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, ഒരിക്കലും ദൈവം ഇപ്പൊ ഒരു വ്യക്തിക്ക് ദൈവം ഒരു കൃപാവരം കൊടുത്താൽ ദൈവം എന്ത് ചെയ്തില്ല, അത് ഒരിക്കലും തിരിച്ചെടുക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ദാനത്തെ തിരിച്ചെടുക്കത്തില്ല, ദാനത്തെ നമുക്ക് വേണേൽ തള്ളിക്കളയാം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇപ്പൊ ഞാൻ പറയും, ഇവിടുത്തെ ഷെയ്ക്ക് ഒരു വാഗ്ദാനം പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയ്ക്കിൻ്റെ പാലസിൽ ചെല്ലുകയാണെങ്കിൽ ഒരു TV തരുമെന്ന് പറയുക. നമുക്ക് വേണമെങ്കിൽ പോയില്ലെങ്കിൽ ആ വാഗ്ദാനം എന്ത് ചെയ്യാം, നഷ്ടപ്പെടുത്താം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഷെയ്ക്ക് എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുവന്ന് TV കൊടുക്കുക എന്ന് വിചാരിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് TV കൊടുത്തു ദാനമായിട്ട്. മറ്റേതും ദാനമാണ്, അത് വാഗ്ദത്തമായിട്ട് കൊടുത്തു, നിങ്ങളെല്ലാം വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നാൽ ഇവിടെ ദൈവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ട് TV, ഈ ദാനത്തെ ഷെയ്ക്ക് ഒരിക്കലും തിരിച്ചെടുക്കത്തില്ല. മറ്റേ നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല, ദാനത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി എന്ന് പറയാം. എന്നാൽ ഷെയ്ക്ക് നമുക്ക് TV തന്നു. എന്താ പ്രശ്നം എന്നറിയാം, നമ്മൾ അതിനെ എന്ത് ചെയ്തില്ല, അതിനെ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ഷെയ്ക്ക് തിരിച്ചെടുക്കത്തില്ല. ആ TV കിട്ടിയോണ്ട് എടുത്തിട്ട് ഒറ്റ ഏറെ ഷെയ്ക്കിന്റെ ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് പൊട്ടിച്ചു. ദാനത്തെ നമുക്ക് എന്ത് ചെയ്യാം, തള്ളിക്കളയാം, തകർത്ത് കളയാം. ഞാൻ പറഞ്ഞ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കണം, വാഗ്ദത്തം നമുക്ക് എന്ത് ചെയ്യാം, വാഗ്ദത്തം നമുക്ക് നഷ്ടപ്പെടുത്താം നമ്മുടെ ഇടപാടുകൊണ്ട്. എന്നാൽ ദൈവം നൽകുന്ന കൃപാവരങ്ങൾ നമ്മൾ തള്ളിക്കളഞ്ഞാലേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ചില ആൾക്കാർ പിന്മാറ്റത്തിൽ പോയാലും അവരുടെ ജീവിതത്തിൽ ഈ കൃപാവരങ്ങൾ അവരുടെ ജീവിതത്തിൽ വീണ്ടും എക്സസൈസ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തിരിച്ചെടുക്കത്തില്ല. അവരത് ഉപയോഗിക്കാതിരിക്കുകയോ അവരതിനെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ തള്ളിക്കളയോ ചെയ്യുന്നിടം വരെ ദൈവത്തിൻ്റെ ആത്മാവ് അതവിടെ തിരിച്ചെടുക്കത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവനാമത്തിന് വേണ്ടി ശക്തമായിട്ട് നിന്ന അനേകര് തങ്ങളുടെ പ്രോഫസി വരെ എക്സസൈസ് ചെയ്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് തോന്നിയ പോലെ പറഞ്ഞതാണ്. പക്ഷെ അവരുടെ പ്രോഫസി കൊണ്ട് ഒത്തിരി പേർക്ക് കിട്ടിയവരുടെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തു, തള്ളിക്കളഞ്ഞേച്ചു പോയി. ഞാൻ എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കളയത്തില്ല, അവർ തള്ളി വേണ്ടെന്ന് പറഞ്ഞു പോകും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഈ ഭാഗത്തിലേക്ക് കടന്നു 4-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഞാൻ പെട്ടെന്ന് വരാം. അതിൻ്റെ 2-ാം വാക്യത്തിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ട്. നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് 2-ാം വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ പറയുന്നത്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. അതായത് ഇവിടെ 4 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവിടെ ഒരു ഇങ്ങനെ പറയുന്ന അവരെ പോലെ ഒരു വാഗ്ദത്തം നമുക്കും ശേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞൊരു കാര്യം കൂടെ ഒരിക്കൽ കൂടെ പറയാം. ഇവിടെ ശേഷിച്ചിരിക്കുന്ന വാഗ്ദത്തം എന്താ, സ്വസ്ഥത. എന്താണ് സ്വസ്ഥത? ആ സ്വസ്ഥതയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചു. ഇന്ന് രാത്രികാലം നമ്മൾ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നിരാശപ്പെടരുത്. നമുക്കൊരു സ്വസ്ഥത ദൈവത്തിൻ്റെ പ്രോമിസാണ്. ദൈവത്തിൻ്റെ വചനം പറയുക, നിങ്ങൾ ആ സ്വസ്ഥതയിൽ എത്തിച്ചേരണം, നിങ്ങളത് അനുഭവിക്കണം. സ്വർഗത്തിലെ ആ അനുഭവം ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ അനുഭവിച്ച് വേണം ക്രിസ്തീയ ജീവിതം പോകാൻ വേണ്ടി. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പറയും, കർത്താവേ, ഈ ലോകം എനിക്ക് വേണ്ടാന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പൗലോസ് പറയുമ്പോൾ എല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണുന്നതിൻ്റെ കാരണം, അതിനേക്കാളും വലിയ ശക്തി തൻ്റെ ജീവിതത്തിൽ സ്വർഗീയ ശക്തി താൻ അനുഭവിച്ചു. അതായത് പ്രതിസന്ധികളെ അതിജീവിക്കുന്ന, ജയിലിലെ വേദനകളെ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തു. ഞാനത് പറഞ്ഞ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കും അത് അനുഭവിച്ച് മടങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കും. അതുകൊണ്ട് ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 2-ാം വാക്യത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാ, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. അങ്ങനെ അവരെന്താ സദ്വർത്തമാനം കേട്ടത്? നമ്മളിപ്പോൾ പറഞ്ഞു, ദൈവത്തിൻ്റെ വാഗ്ദത്തം. നാം ഒരു സദ്വർത്തമാനം കേട്ടു. എന്താണ്? നമുക്കും ഒരു സ്വസ്ഥതയുണ്ട്, നമുക്കും ഇവിടെ അനുഭവിച്ചിട്ട് പോകാവുന്നൊരു സ്വസ്ഥത നമ്മുടെ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ ഒരു കാര്യം, എന്തുകൊണ്ട് അവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് 2-ാം വാക്യത്തിൽ വായിക്കുന്നത്. 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല.
ശ്രദ്ധിച്ചേ, എന്താ എഴുതിയിരിക്കുന്നത്? വളരെ സിമ്പിൾ. എന്താണ് റീസൺ? അവരെ പോലെ നാമും സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും ആ കേട്ടവർക്ക് എന്ത് ചെയ്തിട്ടില്ല? ഉപകാരമായി വന്നില്ല. എന്തുകൊണ്ടാ? വിശ്വാസമായി, മലയാളത്തിൽ വിശ്വാസമായി പരിണമിക്കാത്തതുകൊണ്ടാണ്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് പ്രോഫിറ്റ് ടു ദം ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് യുണൈറ്റഡ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്തോടെ അതിനെ ഏറ്റെടുക്കാഞ്ഞതുകൊണ്ട്, കേട്ട വാഗ്ദത്തത്തെ വിശ്വാസത്തോടെ ഏറ്റെടുക്കാത്തത് കൊണ്ട് അവർക്ക് ഉപകാരമായി വന്നില്ല. കാരണം അതുകൊണ്ടാണ് പൗലോസ് ഈ എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശ്വാസം എന്നതോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സൺഡേയിലൊക്കെ പറയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, വിശ്വാസം വെറും വിശ്വാസമല്ല, വിശ്വാസം പ്രത്യാശയിൽ അധിഷ്ഠിതമാണ്. പ്രത്യാശയുടെ ബേസ് എന്ന് പറയുന്ന വാഗ്ദത്തമാണ്. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വസ്ഥത നൽകാം, പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ നിങ്ങൾക്ക് നൽകാം. ഈ പാലും തേനും ഒഴുകുന്ന ദേശത്തെ വിശ്വാസക്കണ്ണുകളാൽ കണ്ട് അദൃശ്യമായതിനെ മനസ്സിലാക്കി മുമ്പോട്ട് ജീവിക്കുന്നതായിരുന്നു വിശ്വാസം. അവരെന്ത് ചെയ്തു? അവരുടെ മുമ്പിൽ കാണാത്തതിനെ കാഴ്ചയാൽ അവർ നോക്കിയത് കൊണ്ട്, അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അവർ അവിശ്വാസത്തിൽ കടന്നു വന്നതുകൊണ്ട് ഒരു ടോട്ടലി അവരുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രികാലം പറയാം, നമ്മളോടും ദൈവത്തിന്റെ ആത്മാവ് തരുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് വാണിംഗ് ആണ്. ഇവിടെ വാണിംഗ് എന്ന് പറയുന്നത് നമുക്കും ഒരു വാഗ്ദത്തം ശേഷിച്ചിട്ടുണ്ട്. വാഗ്ദത്തം എന്തുവാ? ഒരു സ്വസ്ഥത, ദൈവത്തിന്റെ ആ സമാധാനവും ദൈവത്തിന്റെ സന്തോഷവും ദൈവത്തിന്റെ പ്രൊട്ടക്ഷനും ഒക്കെ നമുക്ക് തരാമെന്നുള്ള ദൈവത്തിന്റെ ഒരു കരുതൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്വർഗീയ അനുഭവം ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ച് നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നാൽ വിശ്വസിക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറയാം. ഇവിടെ നമ്മൾ ഈ വേദഭാഗത്ത് വായിക്കുമ്പോൾ ഇവിടെ ഈ ഒരു സ്വസ്ഥത പറയുമ്പോൾ ഞാൻ അതിനെ വിശദമായിട്ട് പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ഇവിടെ ഈ രണ്ട് സ്വസ്ഥത, ഇവിടെ ഇപ്പം നമ്മളെപ്പറ്റി ഒരു സ്വസ്ഥതയെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു സ്വസ്ഥതയുണ്ട്. ഈ സ്വസ്ഥത എന്താണ്? തുടർന്നുള്ള വാക്യങ്ങളിൽ 3-ാം വാക്യത്തിൽ പറയുമ്പോൾ എങ്ങനെയാണ് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യം വായിക്കുന്നത് പെട്ടെന്ന് മുമ്പോട്ട് 3-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം മാത്രം വായിക്കാം. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കും. ശ്രദ്ധിച്ചാൽ മതി. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കും. ഇവിടെ ഒരു കാര്യം കൂടെ മറന്നു പോകല്ലേ, ഞാൻ അതോടെ ആ വാക്കൂടെ പറഞ്ഞിട്ട് പോവാം. ഈ സ്വസ്ഥത എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തോ സ്വസ്ഥതയാണ് അല്ലേ. 1-ാം വാക്യത്തിൽ വായിച്ചു, ശ്രദ്ധിച്ച് വായിച്ചു നോക്കി, ആരുടെ സ്വസ്ഥതയാ? അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ഹിസ് റെസ്റ്റ്. നമ്മൾ പ്രവേശിക്കേണ്ടത് ദൈവത്തിന്റെ സ്വസ്ഥതയാ, അല്ലാതെ ഞാൻ അച്ഛാ കിടന്ന് ഉറങ്ങുന്ന സ്വസ്ഥതയല്ല. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് ചിന്തിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. ഈ അവന്റെ സ്വസ്ഥത എന്ന് പറയുമ്പോൾ എന്തോ, അതാണ് ഞാനൊന്ന് പറയാൻ വന്നത്. അത് ഇച്ചിരി ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ടേച്ച് പോവാം, ഇന്ന് അവസാനിപ്പിക്കാം. ഈ അവന്റെ സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്താണ് ഈ അവന്റെ സ്വസ്ഥത, എന്താ സ്വസ്ഥത? രണ്ട് നിലയിൽ ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച നമ്മളിവിടെ പറഞ്ഞപ്പോൾ ഞാൻ 2-ാം അധ്യായത്തിൽ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ത് ചെയ്തു? സ്വസ്ഥനായി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ ഒന്ന് വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യമാണ്, അറിയാവുന്ന വാക്യമാണ്. എങ്കിൽ എന്താണ് ദൈവത്തിന്റെ സ്വസ്ഥത എന്ന് പറയുന്നത്? 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചു. ഹലോ, 1-2 2-ാം വാക്യം വായിച്ചു മതി. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. അടുത്ത വാക്യം കൂടെ. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം എന്ത് ചെയ്തു? ദൈവം 7-ാം ദിവസം സകലതും തീർത്തു കഴിഞ്ഞിട്ട് ദൈവം സ്വസ്ഥനായി. ഞാനത് അന്ന് പറഞ്ഞു, ഈ ആദമും ഹവ്വയും വചനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അവര് ഏത് ദിവസമാണ് അവരുടെ 1-ാമത്തെ ദിവസം? 7-ാം ദിവസം. ദൈവം സകലതും സൃഷ്ടിച്ച് അവർക്ക് വേണ്ടുന്നതെല്ലാം ഓക്കെയാണ്, നമ്മൾ സകലതും നല്ലതെന്ന് കണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന്റെ 1-ാം ദിവസം മനുഷ്യൻ എങ്ങോട്ടാ കയറുന്നേ? ദൈവത്തിന്റെ ഈ ദൈവം ചെയ്തു വെച്ച ഈ സ്വസ്ഥതയ്ക്കകത്താ കയറുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ സ്വസ്ഥതയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതേപോലൊരു സ്വസ്ഥത തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. ഞാൻ ഒന്നാമത്തെ ഭാവത പറയാം. ഇതുപോലൊരു സ്വസ്ഥത ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇത് കഴിഞ്ഞിട്ട് അത് നല്ലതാണെന്നല്ല, അത് കഴിയുമ്പോൾ ഇതാണ് നല്ലതെന്നുള്ള തോന്നലല്ല. സകലവും നിവർത്തിച്ച് നല്ലതെന്ന് കണ്ടതിന് ശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനോട് പറഞ്ഞ് 7-ാം ദിവസം അവൻ എൻ്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ അവനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ ചെയ്ത സകലതും ദൈവം ചെയ്ത നിവർത്തിയായ സ്വസ്ഥതയ്ക്കകത്തേക്ക് ഇവൻ പ്രവേശിക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ? ഈ സ്വസ്ഥത മനസ്സിലായല്ലോ? ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ദൈവം സകലതും ചെയ്ത് വെച്ചിട്ട് ആ മനുഷ്യനോട് 7-ാം ദിവസം അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് അവന് പരിപൂർണ്ണ സ്വസ്ഥത. അവനെന്താ വേണ്ടിയത്? അതുണ്ട്. അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് അറിയാം. അതിലും ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ സ്വസ്ഥതയ്ക്ക്, ഈ ഒരു സ്വസ്ഥത ദൈവം ആദമിനും ഹവ്വയ്ക്കും വേണ്ടി ഒരുക്കിയ സ്വസ്ഥതയാണ്. ആ സ്വസ്ഥത നമുക്ക് വേണ്ടി ദൈവം തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നീട് വിശദമായിട്ട് കടന്നു വരാം. രണ്ടാമത്തെ ഒരു സ്വസ്ഥതയും കൂടെ പറയാം. ഞാൻ അതിന് പറയാൻ വേണ്ടിയാണ് വന്നത്. ഇതിപ്പം ആദമും ഹവ്വയും കയറിയ സ്വസ്ഥത എന്നാണെന്നറിയാമോ? എന്താ സ്വസ്ഥതയാ? ദൈവം സകലതും നിവർത്തിച്ചിട്ട് ഒരുക്കി വെച്ച സ്വസ്ഥത. പുതിയ നിയമ വിശ്വാസികളായ നമ്മൾക്ക് യേശു കർത്താവ് ക്രൂശിൽ സകലതും നിവർത്തിയാക്കി. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വിശ്വാസത്തോടെ നമ്മൾ അത് ആ സ്വസ്ഥതയിൽ കയറുന്ന സ്വസ്ഥത. അത് മനസ്സിലായല്ലോ? എന്നാൽ രണ്ടാമത്തെ ഒരു സ്വസ്ഥത, ഞാനത് നേരത്തെ തന്നെ ആ വാക്യം അങ്ങ് വായിച്ചിട്ട് അടുത്ത പ്രാവശ്യം വായിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇതിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെച്ച് വിശദമായിട്ട് പറയാം. 9-ാം വാക്യം വായിച്ചു. അതിൻ്റെ 9-ാം വാക്യം വായിച്ചു. കാൺമാൻ അല്ലല്ല, നമ്മൾ 4:9 എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വായിച്ചു. 4:9. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. മതി, അത്ര മാത്രം മതി. പിന്നീട് വേറൊരു കാര്യം പറഞ്ഞത്, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് എന്ത് ചെയ്തിരിക്കുന്നു? ശബ്ബത്ത് അനുഭവം. ശരി, ഞാൻ ഇംഗ്ലീഷിൽ ആ ഭാഗം വായിക്കുന്നതാണ്. There remaineth therefore a Sabbath rest for the people of God. നിങ്ങൾ വായിച്ച മനസ്സിലായല്ലോ? അത് ഈ നേരത്തെ പറഞ്ഞ സ്വസ്ഥതയും ഈ സ്വസ്ഥത നമ്മൾ വ്യത്യാസം പറയാൻ വേണ്ടിയാ. അടുത്ത 10-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വായിച്ചോ. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഈ പറയുന്ന സ്വസ്ഥത ദൈവം 7-ാം ദിവസം അനുഭവിച്ച സ്വസ്ഥത പോലൊരു സ്വസ്ഥത. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്നില്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ദൈവം എന്ത് ചെയ്തു? ദൈവം തനിക്ക് മുമ്പിൽ ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ളത് ചെയ്തെടുത്തിട്ട് ദൈവം എന്ത് ചെയ്തു? 7-ാം ദിവസം സ്വസ്ഥനായതുപോലെ ദൈവജനത്തിനൊരു സ്വസ്ഥത വെച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക പേരാ. എന്താണ്? ശബ്ബത്ത് റെസ്റ്റ്. ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ ശബ്ബത്ത് അനുഭവം എന്നാണ് ഇരിക്കുന്നത്. ശബ്ബത്ത് റെസ്റ്റ് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? തൻ്റെ ജനങ്ങൾക്കുണ്ട്. ഇത് രണ്ടും ഞാനത് പറയാൻ വേണ്ടിയാണ് വന്നത്. ഒന്ന്, ആദമും ഹവ്വയും എൻ്റർ ചെയ്തൊരു റെസ്റ്റ് ഉണ്ട്. ദൈവം തീർത്തിട്ട് അവരെ അങ്ങോട്ട് ആക്കിയ റെസ്റ്റ്. എന്നാൽ ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ റെസ്റ്റ് ഉണ്ട്. ആ ദൈവം എന്താണ്? തനിക്ക് ചെയ്യാനുള്ള സൃഷ്ടിപ്പ് മുഴുവൻ കഴിഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? ഒരു സ്വസ്ഥതയെ, അതിന് ശബ്ബത്ത് അനുഭവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ ഭാഗത്തെ അനുഗ്രഹിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് 2:2. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വിഷയത്തെപ്പറ്റി ഇങ്ങനെ പഠിച്ചു. എന്താണ് അവിടെ ഈ ശബ്ബത്ത് അനുഭവം എന്നുള്ള വാക്കിന്, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒറിജിനൽ ഭാഷ സബത്തിമോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി 3-4 അധ്യായങ്ങളിലെല്ലാം കാറ്റാപുലോസ് എന്ന് പറയുന്ന വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഫിസിക്കൽ റെസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇസ്രായേൽ മക്കളുടെ റെസ്റ്റ്. ഞാൻ അടുത്ത ക്ലാസ് വരുമ്പോൾ നമുക്ക് ആ റെസ്റ്റ് എന്തായിരുന്നുള്ളതിനെ പറ്റി പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ റെസ്റ്റോടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം റെസ്റ്റ് എടുത്തതുപോലെ തന്നെ ഒരു റെസ്റ്റ് ദൈവം വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? അത് ഞാനൊന്ന് പറയാൻ വേണ്ടിയാണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിപ്പിന് വേണ്ടി ഈ ഭൂമിയെ നോക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്
പാഴും ശൂന്യവുമായിരുന്ന വാസയോഗ്യമല്ലാത്ത ഒന്നിനും കൊള്ളാത്ത ആ രൂപഗുണമില്ലാത്ത ഭൂമിയെ നോക്കി ദൈവം എന്ത് ചെയ്യുകയാണ്? തൻ്റെ വാക്ക് കൊണ്ട് കൽപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായല്ലോ. 6 ദിവസവും ദൈവത്തിന്റെ സൃഷ്ടിപ്പ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സകല ഭൂമിയെ സൃഷ്ടിച്ചത് തൻ്റെ വാക്കുകൊണ്ടാണ് സൃഷ്ടിക്കുന്നത്, മനുഷ്യനൊഴികെ ബാക്കിയുള്ളതല്ല. തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചിട്ട് 7-ാം ദിവസം തൻ്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും സ്വസ്ഥമായിട്ട് മനുഷ്യനെ 6-ാം ദിവസം സൃഷ്ടിച്ച് അതിലേക്ക് ആക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഈ ദൈവം ഈ 6 ദിവസവും തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? സ്വസ്ഥനായിട്ട് 7-ാം ദിവസം താൻ നോക്കുന്ന ഉടനെ എവറിതിങ് ഫൈൻ, എല്ലാം ഓക്കെയാന്ന് കണ്ടുപിടിച്ചു. ഇതുപോലെ ദൈവമകനെ സംബന്ധിച്ച് അവനൊരു ശബത്ത് അനുഭവമുണ്ട്. ഞാനത് പറയാൻ വരിക. ആ ശബത്ത് അനുഭവം എന്ന് പറയുന്നത് അവന്റെ മുമ്പിലുള്ള ഇരുണ്ട ഷേപ്പില്ലാത്ത അനുഭവങ്ങളുടെ മേല്, പ്രതിസന്ധികളുടെ മേല്, സാധിക്കത്തില്ലെന്ന് പറയുന്ന സാഹചര്യങ്ങളുടെ മേല്, ഇരുളായിരിക്കുന്ന ആഴത്തിന്റെ മീതെ ഇരുൾ വസിക്കുന്ന അനുഭവങ്ങളുടെ മേല് ഒരു വിശ്വാസി തൻ്റെ അനുഭവത്തിൽ കൂടെ അതിൻ്റെ മേൽ ജയാളികളായി ഈ ശബത്ത് അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം ദൈവമക്കൾക്കുണ്ട്. ഞാൻ പറഞ്ഞ എത്രയൊക്കെ മനസ്സിലാകുന്നു, കട്ടിയാ മനസ്സിലാക്കാൻ. ഒന്ന്, ഫിസിക്കലായിട്ടുള്ള ഒരു റെസ്റ്റ് ഉണ്ട്, ദൈവത്തിന്റെ സമാധാനവും സന്തോഷത്തിലേക്കും. അത് ദൈവം ഒരുക്കിയതാണ്. അവന്റെ ടെറ്റലിസ്റ്റായി എന്ന് പറഞ്ഞപ്പോൾ ക്രൂശിൽ കൂടെ അവൻ ഒരുക്കിയതാണ്. അതിലേക്ക് നമ്മൾ കയറുകയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞത് ദൈവം സ്വസ്ഥനായതുപോലെ ഒരു ശബത്ത് അനുഭവം തൻ്റെ മക്കൾക്ക് വേണ്ടി ശേഷിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ദൈവത്തെ പോലെ ആ അധികാരം എക്സസൈസ് ചെയ്ത് ഷേപ്പില്ലാത്തതിനെയും രൂപഗുണമില്ലാത്തതിനെയും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്തതിനെയും ദൈവം എന്ത് ചെയ്തു? തൻ്റെ വാക്കിനാൽ കൽപ്പിച്ച് വിശ്വാസം എക്സസൈസ് ചെയ്ത് താൻ ജയാളിയായി, അല്ലെങ്കിൽ താൻ അവിടെ സ്വസ്ഥനാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഈ വിശ്വാസത്തെ എക്സസൈസ് ചെയ്ത് ജയാളികളായിട്ടൊരു സ്വസ്ഥതയിലേക്ക് വരുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ 3-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നത്, എങ്ങനെയാ സ്വസ്ഥതയെ പ്രവേശിക്കുന്നത് പറഞ്ഞത്? 3-ാം വാക്യം ഒന്ന് വായിച്ചേ, 4:3 വായിച്ചോ. നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ശ്രദ്ധിക്കുക, വിശ്വസിച്ചവരായ നാമല്ലോ എന്ത് ചെയ്യുന്നത്? സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ പറയുന്ന ഈ സ്വസ്ഥതയിൽ വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നറിയാം? നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ വരുമ്പോൾ, നമ്മൾ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ പറയുന്ന സ്വസ്ഥതയെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുക, ദൈവത്തിന്റെ ജനത്തിന് എന്തുണ്ട്? ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിട്ടുണ്ട്. ദൈവം പ്രവൃത്തികളിൽ നിന്ന് സ്വസ്ഥനായതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നതുപോലെ നമ്മളുമാകണം. അതുകൊണ്ട് അടുത്ത വാക്യം എന്ന് പറയുന്നത്, അനുസരണക്കേടിന്റെ സംബന്ധ ഇഷ്ടാന്തത്തിനൊത്തോണം വീഴാതിരിക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം? ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണമെന്നല്ല, ഉത്സാഹിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം. കാരണം അടുത്ത വാക്യം, ദൈവത്തിന്റെ വചനത്തെ പറ്റി അടുത്ത വാക്യം പറയുന്നത്, നമ്മൾ കാണാത്ത കാര്യങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസത്താൽ വിളിച്ചു വരുത്തുന്നത് പോലെ, ദൈവത്തിന്റെ ആ ശബത്ത് റെസ്റ്റ് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു റെസ്റ്റ് ഉണ്ട്. ആ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ഷേപ്പില്ലാത്തതിനെയും നമ്മൾ അതിലേക്ക് കരയേറുവാൻ വേണ്ടി ഉത്സാഹിക്കണം. വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ പോലെ വിശ്വസിച്ചാൽ പോരാ, ഉത്സാഹിക്കണം എന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, ആ അദൃശ്യ മണ്ഡലങ്ങളിൽ എങ്ങനെയാ ദൈവം നമ്മൾ പറഞ്ഞു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് ദൈവം എങ്ങനെയാ സൃഷ്ടിച്ചത്. ദൈവം കാണാത്ത കാര്യങ്ങളെ വിശ്വാസത്താൽ, വചനത്താൽ സീൻ കാണുന്നതാക്കിയതുപോലെ നമ്മളോട് പറയുകയാണ്, നമ്മൾ ഈ ഒരു സ്വസ്ഥതയിലേക്ക് കയറേറാൻ നമ്മൾ ഉത്സാഹിക്കണം. ഇവിടാണ് നമ്മുടെ എഫക്റ്റ്. അതായത് വചനമുണ്ട് നമ്മുടെ മുമ്പില്, നമ്മൾ കാണാത്ത കാര്യങ്ങളെ വിശ്വാസ കണ്ണുകളാൽ കണ്ട് നമ്മുടെ നാവിന്റെ അധികാരത്താൽ ദൈവത്തിന്റെ മക്കളായ നമ്മൾ അതിനുമേൽ ജയമെടുത്ത് നമ്മൾ മുമ്പോട്ട് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ്. അവിടെ ഞാൻ പറഞ്ഞത്, ഒന്ന്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, രണ്ട് മാറിപ്പോകരുത്. ഒന്ന്, കർത്താവ് നിവർത്തിച്ച് വന്നിട്ട് ആദവിനെ ഹൗവയെ ആക്കിയ റെസ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് രക്ഷസൗജന്യം വിശ്വാസത്താൽ സ്വീകരിക്കാം, നമുക്ക് വിശ്വാസത്താൽ ക്രിസ്ത്യ ജീവിതം നയിക്കാം, വിശ്വാസത്താൽ എല്ലാം നമുക്ക് ക്രിസ്ത്യ ജീവിതം പോകും. എന്നാൽ ഇവിടെ പറയുന്ന സ്വസ്ഥത ദൈവത്തിന്റെ ശബത്ത് അനുഭവം
നമുക്ക് വേണ്ടി ശേഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതിൻ്റെ ഗ്രീക്കില് നിങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ആ പറയുന്ന വാക്ക് വ്യത്യസ്തമായ വാക്കാണ്. ദൈവം അനുഭവിച്ച അതേ സ്വസ്ഥത, അതിലേക്ക് നമ്മൾ ഉത്സാഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികാരം എക്സസൈസ് ചെയ്യുവാൻ വിശ്വാസത്തോടെ നമ്മൾ അദൃശ്യ മണ്ഡലങ്ങളിലുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ വിളിച്ചു കൊണ്ടുവരുന്നവരായി ആ സ്വസ്ഥതയെ പ്രവേശിപ്പാൻ ഉത്സാഹിപ്പാൻ ദൈവത്തിൻ്റെ വചനം പറയുക. ഞാനത് ഇന്നൊരു ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ആഴ്ച വരുമ്പോൾ നമുക്കിതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധി പറയാം. നമ്മളെപ്പറ്റി ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ആ അനുഭവങ്ങളെ ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ ഫലം അനുഭവിച്ച് സ്വർഗീയ ദാനങ്ങളെ ഇവിടെ ആസ്വദിക്കണം. സ്വർഗത്തിൻ്റെ അനുഭവം ഈ ഭൂമിയിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ക്രിസ്തീയ ജീവിതം ശ്രേഷ്ഠകരമാകുന്നത് അപ്പോഴാണ്. അപ്പോൾ നമുക്കൊരു ആഗ്രഹം വരും, എങ്ങനെയും എനിക്ക് ആ കനാൻ നാടിൻ്റെ ആ മൊത്തമുള്ള റെസ്റ്റിലേക്ക് എനിക്ക് കിടക്കണം. രണ്ടാമത് നമ്മൾ കേട്ടത്, എങ്ങനെ ദൈവം നിവർത്തനായി നിന്നോ അതുപോലെ വിശ്വാസത്തിൻ്റെ ചുവട് വെച്ച് നമ്മൾ ഉത്സാഹത്തോടെ ഉത്സാഹിച്ച് നമ്മുടെ ആ ഒരു ആഗ്രഹത്തോടെ നമ്മൾ കയറുമ്പോൾ ദൈവം കൊണ്ടുവന്ന സ്വസ്ഥതയിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഈ എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, അങ്ങനെ നമ്മൾ മുമ്പോട്ട് കയറുമ്പോൾ പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ വലിയ കഷ്ടതയെ കൂടെ കടന്നു പോവുക, അതിനപ്പുറത്ത് അവർക്ക് ജയം ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ടെറ്റലസ്റ്റായി ഒരു സ്വസ്ഥതയുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞു. ആ ആശ്വാസത്തിലേക്ക് നമുക്ക് വിശ്വാസത്തിലൂടെ കരയറാം. എന്നാൽ അതിൻ്റെ അടുത്ത തലം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ആ ശബ്ബത്ത് അനുഭവം, അതായത് നമ്മുടെ മുമ്പിൽ പാഴും ശൂന്യവും ഇനി വളരത്തില്ലെന്ന് പറഞ്ഞതിനെ വാക്കുകൊണ്ട് കൽപ്പിച്ചപ്പോൾ അതതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങൾ ഉണ്ടായതുപോലെ, ഇരുൾ മാറിപ്പോയതുപോലെ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച വെളിച്ചം ഉണ്ടായതുപോലെ ചിലതിനെ നമ്മുടെ ജീവിതങ്ങളിലെ വിളിച്ചു വരുത്തി നമ്മൾ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാകാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുക. നിരാത്രിക്കാലം അതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രിയമാനുഭവം പ്രാർത്ഥിച്ച് നമുക്ക് ആ മീറ്റിംഗ് അവസാനിപ്പിക്കാം.